ഹാർഡർ സബ്ജക്ട് എന്ന ടാഗ് ലൈൻ നിങ്ങൾ കൊടുക്കുന്ന എന്തിന്റെയൊക്കെ ബേസിലായിരിക്കും? ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെയും ഹാർഡർ സബ്ജക്ട് ഇവർ നീറ്റാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ് ആയിരിക്കും. ഞാൻ കണ്ടതിൽ മെജോറിറ്റി ആൾക്കാരുടെയും ഫിസിക്സ് ആണ്. ഇനി ഒരു മൈനോറിറ്റി ഓഫ് ആൾക്കാരുടെ കെമിസ്ട്രി ആയിരിക്കും. അവർക്ക് ഫിസിക്സ് വളരെ എളുപ്പമാണെന്ന് അവർ പറയുന്നുണ്ടാവും. ഇനി ചില ആൾക്കാരുടെ ഹാർഡർ സബ്ജക്ട് എന്ന് പറയുന്നത് ബയോളജി ആയിരിക്കാം, റൈറ്റ്? അത് മൈനോറിറ്റി, വളരെ മൈനോറിറ്റി ആണ്. കാര്യം മെജോറിറ്റി ആൾക്കാർക്ക് ബയോളജി വളരെ എളുപ്പമാണ്. ഇനി ചില ആൾക്കാർക്ക് എന്താണ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ബയോളജി ആയിരിക്കും അവരുടെ ഹാർഡർ സബ്ജക്റ്റ് ആയിട്ട് അവർ ടാഗ് ലൈൻ കൊടുക്കുന്നത്. ഇനി എന്തിന്റെയൊക്കെ ബേസിലായിരിക്കും നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ ഹാർഡർ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് സ്ഥിരം നിങ്ങൾക്ക് മാർക്ക് കുറയുന്ന സബ്ജക്റ്റ് ആയിരിക്കാം നിങ്ങൾ ഹാർഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് തിയറി കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്തതിനെ ആയിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഹാർഡർ സബ്ജക്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി മനസ്സിലാവും, പക്ഷെ MCQയിലേക്ക് എത്തുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്തതിനെ ആയിരിക്കും നിങ്ങൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിനെ ആയിരിക്കും നിങ്ങൾ ഹാർഡർ സബ്ജക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹാർഡർ സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം നീറ്റ് 2022 എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നീറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായിട്ടും ക്ലാസസ്, ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ ടിപ്പ് നമ്പർ 1, ഹാർഡർ സബ്ജക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് ഇടുന്ന പോലെ ടൈം ടേബിൾ ഇല്ല. കാര്യം നിങ്ങൾ നോർമൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളൊരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടായിരിക്കും ഫിനിഷ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒരു ഹാർഡർ സബ്ജക്റ്റിലെ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ സ്ലോലി സ്മോൾ ടോപ്പിക്സിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ്. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. സ്ലോലി ആ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററിലേക്കും, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങുക. ആൻഡ് സ്ലോലി സ്മോൾ ടോപ്പിക് ഡെയിലി നിങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ പതുക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സ്നേഹിച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലുക. വെരി സ്ലോലി. അതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ്. അല്ലാതെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത അത്രയും ടൈം ടേബിളിൽ ടോപ്പിക് ഇട്ട് അത് തീർക്കാൻ പറ്റാതെ നിങ്ങൾ ആ സബ്ജക്റ്റിനെ ദേഷ്യം തോന്നുക അല്ലെങ്കിൽ അതിനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. സോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ലോലി സിമ്പിൾ ടോപ്പിക്കിൽ ആ സബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ്. സോ സ്ലോലി ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്ത് സ്നേഹിച്ച് തുടങ്ങുക. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഫിസിക്സ് ഇഷ്ടമില്ലാത്തവരായാലും ഇനി മുതൽ നമുക്കത് ആവശ്യമുള്ളതാണ് നീട്ടിന്. അതുകൊണ്ട് അതിനെ സ്നേഹിച്ച് പതുക്കെ സ്മോളർ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ടിപ്പ് നമ്പർ 2, നിങ്ങളൊരു എൻട്രൻസ് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു സമയമാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് എക്സാമിന് കുറച്ച് മാസങ്ങളുണ്ട്. സോ ആ ഒരു സമയം നിങ്ങളൊരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ടോപ്പിക് ചാർട്ടാണ്. അതായത് കൃത്യമായി നിങ്ങൾ ചാർട്ട് തിരിച്ച്, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ചാപ്റ്ററിന്റെ ഒരു ടോപ്പിക് ചാർട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതുപോലെ നിങ്ങൾ ചാർട്ട് കൃത്യമായി ഓരോ ടോപ്പിക്കും ബോക്സ് ആയിട്ട് എഴുതി വെക്കുക. ഈ ടോപ്പിക് ചാർട്ടിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഫിസിക്സിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്തൊരു മേജർ ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾ എല്ലാവരും ചെയ്യുക റെസിസ്റ്ററിന്റെ ഗ്രൂപ്പിംഗിന് ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്യും. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ, അപ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് അതായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പലരും എന്ത് ചെയ്യുന്നത്, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ കൂടുതൽ ചെയ്യുക കണക്റ്റഡ് ബോഡീസ് മാത്രമായിരിക്കും. സോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങൾ ഒരു ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആൻഡ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഹാർഡർ ആയിട്ടുള്ള സബ്ജക്റ്റിലെ ആ ഒരു ചാപ്റ്റർ, ആ സിമ്പിൾ ചാപ്റ്റർ നിങ്ങൾ ആദ്യം എടുത്തിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടെന്നാണ്. ആ ടോപ്പിക്കുകളെ കൃത്യമായി ടോപ്പിക് ചാർട്ടാക്കി മാറ്റുക. ഓരോ ടോപ്പിക്കും കവർ ചെയ്യുമ്പോഴത്തേക്കും ചാർട്ടിലെ മീൻസ് ആ ബോക്സുകൾ ക്രോസ് ചെയ്ത് പോവുക. അങ്ങനെ വേണം നിങ്ങൾ ആ ചാപ്റ്ററിനെ ഫിനിഷ് ചെയ്യാൻ. അതിൽ ഈസി ടോപ്പിക് ആദ്യം തീർത്ത് പോകുന്ന രീതിയായാലും നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ചാർട്ടിൽ നിങ്ങൾ എഴുതിയ എല്ലാ ടോപ്പിക്കും കൃത്യമായി കവർ ചെയ്യണം. സൈലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമില്ല, നിങ്ങളുടെ വീഡിയോയിലെ ഓരോ ടോപ്പിക് ഹെഡിങ്ങുമാണ് നിങ്ങളുടെ ഈ ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് ആയാലും കൃത്യമായി എന്താണ് ടോപ്പിക് വൈസ് തിരിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പിക് തപ്പി എവിടെയും പോകണ്ട, നിങ്ങൾക്ക് ടോപ്പിക് അവിടെ നിന്ന് എടുക്കാം, ബോക്സിനകത്ത് കൃത്യമായി എഴുതി വെക്കാം. അപ്പോൾ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്തു, ടോപ്പിക് ചാർട്ടിൽ എഴുതിയിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതി ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു ടൈപ്പ് തന്നെ ഒരു 150, 200, 300 ചോദ്യം ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ നീറ്റ് കിട്ടില്ല. ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും ചോദ്യം വരിക.
അപ്പൊ നിങ്ങൾ ആ ചാപ്റ്ററിലെ ഏതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുക, അതിനെ ടോപ്പിക് ചാർട്ടിലേക്ക് മാറ്റുക, ഓരോന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാപ്റ്ററിൽ ഏതൊക്കെ ഉണ്ട്, എന്തൊക്കെ കവർ ചെയ്യുന്നു. ലാസ്റ്റ് സമയം റിവൈസ് ചെയ്യുമ്പോഴും ഈ ടോപ്പിക്കിലൂടെ ഓടിച്ചു പോയാൽ മതി നിങ്ങൾക്ക് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ. അതുകൊണ്ട് ടോപ്പിക് ചാർട്ട് നിങ്ങൾ അത്രത്തോളം ഹെൽപ്പ് ചെയ്യും ടിൽ റിവിഷൻ വരെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് കട്ട് ചെയ്ത് പോയി വേണം നിങ്ങൾ അത് എന്ത് ചെയ്യാൻ വേണ്ടി, ഫിനിഷ് ചെയ്ത് തീർത്ത് മുമ്പോട്ട് പോകാൻ. സോ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. എത്ര ക്വസ്റ്റ്യൻ ഞാൻ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യണമെന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും പലരും. അവരോട് എനിക്ക് പറയാനുള്ള എത്ര ക്വസ്റ്റ്യൻ എന്നല്ല, എത്ര തരം ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളതിലാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. സോ എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എത്ര ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവോ അത്രയും നിങ്ങളുടെ സക്സസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. സോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, അല്ലാതെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പലതരം ചോദ്യങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത്, അതായത് ലാസ്റ്റ് സമയ സ്ട്രാറ്റജി വേറെയാണ്, പക്ഷെ സമയമുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. സോ ടോപ്പിക് ചാർട്ട് എന്ന ടിപ്പ് നമ്പർ 2 മറക്കാതിരിക്കുക. ഓക്കെ, ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഈ ഹാർഡർ സബ്ജക്റ്റിനെ വീക്കർ സബ്ജക്റ്റിനെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ചെയ്യുക. എപ്പോഴും നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു ദിവസം പഠിക്കാൻ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാർഡർ ആണെന്ന് തോന്നുന്നത് ആദ്യം തന്നെ അത് പഠിക്കണമെന്നില്ല. നിങ്ങൾ ആദ്യം എളുപ്പമുള്ള സബ്ജക്റ്റ് ഒരു 1 അവർ പഠിക്കുക. 1 അവർ പഠിക്കുമ്പോൾ നിങ്ങൾ ട്രാക്കിലാവും, പഠനത്തിന്റെ ആ ട്രാക്കിലാവും. പിന്നീടുള്ള 1 അവർ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുമല്ലോ. നോർമലി നിങ്ങൾക്ക് ഷോർട്ട് ടൈം ആണ്, പലരുടെയും പഠന രീതി വേറെ വ്യത്യസ്തമാണ്. ചിലർ ഒരേപോലെ ഇരിക്കും, ചിലർ ഷോർട്ട് ബ്രേക്ക് എടുത്താണ് പഠിക്കുന്നത്. അതാണ് നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഹാർഡർ സബ്ജക്റ്റിന്റെ ടോപ്പിക് ഇടുക. ദെൻ അത് കുറച്ച് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കുറച്ച് അവേഴ്സ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ലെറ്റ്സ് സേ അതൊരു 1 അവർ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ബ്രേക്ക് എടുക്കുക. എഗൈൻ ഒരു നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് സബ്ജക്ട് പഠിക്കുക. സോ ഫേവറേറ്റ് സബ്ജക്റ്റിന്റെ ഇടയിൽ ഇവനെ സാൻഡ്വിച്ച് ചെയ്താൽ ഇവൻ നിങ്ങൾ അറിയാണ്ട് പഠിച്ചു പോകും. പിന്നീട് നിങ്ങൾ ഇവനെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാറും. അങ്ങനെ കൊണ്ടുപോകണം. കാര്യം എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നീറ്റിൽ റാങ്ക് തീരുമാനിക്കുന്നത് ഫിസിക്സ് തന്നെയാണ്. സോ അതുകൊണ്ട് അതിനെ നിങ്ങൾ സ്നേഹിച്ച് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ചെയ്ത് പോകുക. അത് നല്ലൊരു മെത്തേഡാണ്. ആ ടിപ്പ് നമ്പർ 3 കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഹാർഡ് സബ്ജക്റ്റും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാറും. ഓക്കെ, സോ ടിപ്പ് നമ്പർ 4ലേക്ക്. ഇനി എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതായത് ടോപ്പിക് തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഹാർഡ് സബ്ജക്ട് എന്ത് ചെയ്യണമെന്നായിരിക്കും നിങ്ങളുടെ സംശയം. സൈലത്തിന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൈലത്തിന്റെ ക്യൂ ബാങ്ക് തന്നെ ഇനഫ് ആണ്. ഈസി ടു ഹാർഡ് എന്ന ഓർഡറിൽ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതിനൊപ്പം തന്നെ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ക്ലിയർ പിക്ചർ തരുന്ന നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. സോ കൂടുതൽ എന്ത് ചെയ്യുക, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 10-12 കൊല്ലത്ത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടുന്നതെന്ന്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്, അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ക്യൂ ബാങ്ക് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. സൈലത്തിന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൈലം വീഡിയോയിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. സ്ലൈഡ്സ് മാക്സിമം റിവൈസ് ചെയ്യുക, ഹാൻഡ് റിട്ടൺ നോട്ട്സ് മാക്സിമം റിവൈസ് ചെയ്യുക, ക്യൂ ബാങ്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഇനഫ് മക്കളെ. സോ അതാണ് ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്. എന്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ ബാങ്ക് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഇത്രയും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു മെന്ററിന്റെ ഹെൽപ്പ് തേടേണ്ടതാണ് ആ സബ്ജക്റ്റിന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്ര ടിപ്പുകൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററുടെ ഹെൽപ്പ് തേടാവുന്നതാണ്. സൈലത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിങ്ങളോടൊപ്പം, ഓരോ സബ്ജക്റ്റിനും ഫാക്കൽറ്റി നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സസ് ആയാലും റെക്കോർഡഡ് ക്ലാസ്സസ് ആയാലും എല്ലാം നിങ്ങൾക്ക് സംശയങ്ങൾ സോൾവ് ചെയ്യാനും മുമ്പോട്ട് പോകാനുള്ള അവസരവുമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ളവരും അതുപോലെ ഒരു മെന്ററിനെ തേടുക, അവരുടെ ഹെൽപ്പ് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, മുമ്പോട്ട് പോവുക. കാര്യം 3 സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നീട്ടിന്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് സബ്ജക്ട് ഏതാന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാര്യം ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഏത് സബ്ജക്റ്റാണ് എല്ലാവർക്കും ആർഡർ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. മെജോറിറ്റി എനിക്ക് തോന്നുന്നു കൂടുതൽ കമന്റ്സ് ഫിസിക്സിലേക്ക് എത്താം. പക്ഷെ പറയാൻ പറ്റില്ല, ഞാൻ കണ്ട കുറച്ച് ആൾക്കാരെയാണ് പറഞ്ഞത്. ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാർഡ് സബ്ജക്ട് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ബിക്കോസ് അവർ ഭയങ്കരമായ എന്താണ് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഹാർഡ് സബ്ജക്ട് എങ്ങനെ പഠിക്കണമെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓക്കെ, ബൈ, താങ്ക് യു.